നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ വിവിധ പാഠങ്ങൾ പരിചയപ്പെട്ടു. ആ യൂണിറ്റുമായി ബന്ധപ്പെട്ടും പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ കളിയുമായി ബന്ധപ്പെട്ട് ഇഷ്ടമുള്ള രീതിയിലാണ് എന്തുള്ളത് നമ്മുടെ യൂണിറ്റ് ഉള്ളത്. യൂണിറ്റുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് പോസ്റ്റർ തയ്യാറാക്കുക. നിങ്ങളുടെ സ്കൂൾ കായികമേളയുടെ പരിപാടികൾ ഉൾക്കൊള്ളിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കണം. ഇതാണ് പ്രവർത്തനം. മക്കളെ, നമ്മുടെ സ്കൂളിൽ ഒരു കായികമേള നടക്കുകയാണ്. അപ്പോൾ കായികമേളയുടെ പോസ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഈ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ആദ്യം പോയിട്ടുണ്ടാവുക അതിൽ ഏറ്റവും മുകളിലായിട്ടുള്ള കായികമേള എന്നുള്ള എഴുത്തിലേക്കായിരിക്കും. രണ്ടാമതായിട്ട് പോയിട്ടുണ്ടാവുക ഈ ചിത്രത്തിലേക്കായിരിക്കും. ഒരു പോസ്റ്റർ എന്ന് പറയുമ്പോൾ അതെന്താ, അത് നമ്മുടെ ആകർഷിക്കുന്നതായിരിക്കണം. വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. ആ കൊടുക്കുന്ന കാര്യങ്ങൾ എന്താ, കേന്ദ്ര ആശയമായിരിക്കണം. കേന്ദ്ര ആശയം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ എന്താ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര ആശയം എന്ന് പറയുന്നത് കായികമേള എന്നുള്ള കാര്യമാണ്. അത് ഏറ്റവും വലുതാക്കി കൊടുക്കുന്നു, വലിയ അക്ഷരങ്ങൾ എന്ത് ചെയ്യുന്നു, എഴുതുന്നു. ഇനി ആരാണ് സംഘടിപ്പിക്കുന്നത്, ഇവരാണ് എന്ത്, സംഘാടകർ. സംഘാടകർ എന്ത് ചെയ്യുന്നടാ, സംഘാടകർ ആരാണെന്ന് എന്ത് ചെയ്യുന്നു, മുകളിൽ എഴുതുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മൾ കേന്ദ്ര ആശയം എന്ന് പറയുന്നത്. കേന്ദ്ര ആശയം, പ്രധാനപ്പെട്ട വിഷയം എന്ത് ചെയ്യുന്നു, ഇവിടെ എഴുതുന്നു. ഇതെന്താ, ഇത് സ്ഥലം, സ്ഥലം. പിന്നെയോ തീയതി, സ്ഥലം തീയതി എന്ത് ചെയ്യുന്നു, അവതരിപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് എന്താണ് നമ്മുടെ കേന്ദ്രാശയം, കായികമേളയാണ് കേന്ദ്രാശയം. ആ കായികമേളയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തോ, ഒരു ചിത്രം എന്ത് ചെയ്യുന്നു, ഒരു ചിത്രം വരക്കുന്നു. ചിത്രം ഇതെന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് എന്ത്, എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു ബോക്സിനുള്ളിലേക്ക് അത് ആക്കുക. ഒരു ബോക്സിനുള്ളിലേക്ക് ആക്കുക. അത് നമ്മൾ എന്താ പറയുക, ലേ ഔട്ട് എന്ന് പറയും. ലേ ഔട്ട്, ലേ ഔട്ട് എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യുന്നു, എല്ലാം കഴിഞ്ഞൊരു ബോക്സിനുള്ളിലേക്ക് ആക്കുന്നു. അതുപോലെ അക്ഷരങ്ങൾ എന്ത് ചെയ്താൽ മാഷ് ക്രമീകരിച്ചുണ്ടോ, ഏവർക്കും സ്വാഗതം എന്നുള്ളത് ഏറ്റവും താഴെയായിട്ട് കൊടുക്കുന്നു. ചെറിയ അക്ഷരങ്ങളിൽ പ്രധാന ഇനങ്ങൾ കൊടുക്കുന്നു, വലിയ അക്ഷരങ്ങളിൽ കായികമേള കൊടുക്കുന്നു. ഇതൊക്കെ എന്താ, അതിന് ലേ ഔട്ടിൻ്റെ ഭാഗമാണ്. അപ്പോൾ ലേ ഔട്ട് ശ്രദ്ധിക്കണം. പിന്നെയോ പ്രധാനപ്പെട്ട ആശയം ഉണ്ടായിരിക്കണം, ചിത്രം നിർബന്ധമായിട്ട് വരക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പരീക്ഷയ്ക്ക് ഉറപ്പായും ഗ്രേഡ് നേടാവുന്ന, എ ഗ്രേഡ് ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യമാണ് പോസ്റ്റർ. അപ്പോൾ പരീക്ഷയ്ക്ക് വന്ന് എന്ത് ചെയ്യണം, മുഴുവൻ മാർക്ക് നേടണം. ആ രീതിയിലേക്ക് അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള പോസ്റ്റർ എന്ത് ചെയ്യുക, എല്ലാവരും പൂർത്തിയാക്കുക. എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്.